I'm Naina Narayanan and this is Sims Education Center Malappuram, Chapter 2 Degrees of Comparison. Adjectives change in form to show comparison, which are called degrees of comparison. There are 3 degrees in English. So, adjectives അതിൻ്റെ ഒരു ഫോം ചേഞ്ച് ചെയ്യും. എന്താണ് അതിൻ്റെ കമ്പാരിസൺ കാണിക്കാനായിട്ട് അതിനാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറയുക. അങ്ങനെ 3 ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ആണ് ഉള്ളത്. പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ്. പോസിറ്റീവ് ആണ് ടോൾ, ബിസി, ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയുന്നത് അതിനൊരു എക്സാമ്പിളാണ്. ഇനി കമ്പാരിറ്റീവ് വരുമ്പോൾ ടോളർ, ബിസിയർ, മോർ ബ്യൂട്ടിഫുൾ. സൂപ്പർലേറ്റീവ് എന്ന് പറയുമ്പോൾ ടാലസ്റ്റ്, ബിസിയസ്റ്റ്, മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഇങ്ങനെയാണ് വരിക. Adjectives in the comparative degree are always followed by than and adjectives in superlative degree are always preceded by the. അപ്പോൾ എന്താ കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ അഡ്ജക്റ്റീവ്സ് വരുമ്പോൾ എങ്ങനെയാണ് അഡ്ജക്റ്റീവ്സിൻ്റെ കൂടെ ദാൻ വരും, സൂപ്പർലേറ്റീവ് ഡിഗ്രിയുടെ കൂടെ ദ വരും. അഡ്ജക്റ്റീവ്സ് ഓഫ് വൺ സിലബിൾ ഫോം their comparatives by adding er and est to the positive form. അപ്പോൾ ഒറ്റ സിലബിലുള്ള അഡ്ജക്റ്റീവ്സും കമ്പാരിറ്റീവ്സ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇ ആർ അല്ലെങ്കിൽ ഇ എസ് ടി ആഡ് ചെയ്തിട്ട്. ഇപ്പോൾ ഫാസ്റ്റ് എന്നുള്ളത് 1 സിലബിൾ ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇ ആർ കൂട്ടുമ്പോൾ ഫാസ്റ്ററായി, ഇ എസ് ടി കൂട്ടുമ്പോൾ എന്താണ് ഫാസ്റ്റസ്റ്റായി. Adjectives of 3 or more syllables form their comparatives and superlatives by putting more and most before the positive form. ഇപ്പോൾ 3 അതിൽ കൂടുതലോ സിലബിൾ ഉണ്ടാവുന്ന കമ്പാരിറ്റീവ്സ് ആണെങ്കിൽ ഫോം ദെയർ കമ്പാരിറ്റീവ്സ് ആൻഡ് സൂപ്പർലേറ്റീവ്സ് അതെങ്ങനെയാണ് മോറ്, മോസ്റ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഡിലൈറ്റ്ഫുൾ, അപ്പോൾ അത് എന്താ പറയുക കമ്പാരിറ്റീവിൽ വരുമ്പോൾ മോർ ഡിലൈറ്റ്ഫുൾ ആവും, സൂപ്പർലേറ്റീവിൽ വരുമ്പോൾ മോസ്റ്റ് ഡിലൈറ്റ്ഫുൾ ആവും. Adjectives of 2 syllables form their degrees by either way. Busy, busier, busiest, useful, more useful, most useful. ഇപ്പോൾ 2 സിലബിളിൻ്റെ ഇങ്ങനെയാവും വരിക. ബിസി എന്ന് പറയുമ്പോൾ ബിസിയർ, ബിസിയസ്റ്റ്, യൂസ്ഫുൾ, മോർ യൂസ്ഫുൾ, മോസ്റ്റ് യൂസ്ഫുൾ. It is possible to change the degree of comparison of an adjective or adverb in a sentence without changing the meaning of the sentence. There are several ways of doing it. അപ്പോൾ ഈ ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിൻ്റെ അഡ്ജക്റ്റീവോ അഡ്വേർബോ ഒക്കെ മീൻസ് ആ സെൻറ്റൻസിലെ അഡ്ജക്റ്റീവിനെ അഡ്വേർബിനെയൊക്കെ ചേഞ്ച് ചെയ്യാൻ കഴിയും. പക്ഷേ അർത്ഥം ചേഞ്ച് ചെയ്യാതെ തന്നെ ആ സെൻറ്റൻസിൻ്റെ മീനിങ്ങിൽ ഒരു മാറ്റവും വരുത്താതെ തന്നെ അങ്ങനെ ചെയ്യാനായിട്ട് കഴിയും. അതിന് പല വഴികളുണ്ട്. ഫസ്റ്റ് വൺ ഇസ് ഓർഡിനറി ടൈപ്പ്, സാധാരണ വരുന്ന ഓർഡിനറി ആയിട്ടുള്ള ഒരു മോഡലാണ്. രാജ ഈസ് ദ ക്ലെവറസ്റ്റ് ബോയ് ഇൻ ദ ക്ലാസ്. ഇത് സൂപ്പർലേറ്റീവ് ആണ്. രാജ ഈസ് ക്ലെവറർ ദാൻ എനി അതർ ബോയ് ഇൻ ദ ക്ലാസ്. അപ്പോൾ അത് കമ്പാരിറ്റീവായി. നോ അതർ ബോയ് ഇൻ ദിസ് ക്ലാസ് ഇസ് സോ ക്ലെവർ ആസ് രാജ. അപ്പോൾ അതെന്താണ് പോസിറ്റീവ് ഡിഗ്രിയാണ്. അനദർ സ്പെഷ്യൽ ടൈപ്പ് ഇസ് രാജ ഈസ് വൺ ഓഫ് ദ ക്ലെവറസ്റ്റ് ബോയ്സ് ഇൻ ദ ക്ലാസ്. ഇത് സൂപ്പർലേറ്റീവ് ആണ്. രാജ ഈസ് ക്ലെവറർ ദാൻ മോസ്റ്റ് അതർ ബോയ്സ് ഇൻ ദ ക്ലാസ്. ഇത് കമ്പാരിറ്റീവ് ആണ്. Very few boys in the class are as cleverer as Raja. അത് പോസിറ്റീവ് ആണ്. When 2 persons, 2 places and 2 things are involved, we must remember that when 2 items are involved, only positive and comparative degrees are possible and no superlative degree. ഇപ്പോൾ 2 ഐറ്റംസ് ആണ് ഇൻവോൾവ് ചെയ്തതെന്ന് വെച്ചാൽ പോസിറ്റീവ് കമ്പാരിറ്റീവ് ഡിഗ്രീസേ വരുള്ളൂ, സൂപ്പർലേറ്റീവ് വരില്ല. ജോൺ ഇസ് ടാളർ ദാൻ അബ്ദുൾ, അത് കമ്പാരിറ്റീവ്. അബ്ദുൾ ഇസ് നോട്ട് സോ tall as John, positive. Chennai is fine as Mumbai, അത് പോസിറ്റീവ് ആണ്. മുംബൈ ഈസ് നോട്ട് ഫൈനർ ദാൻ ചെന്നൈ, കമ്പാരിറ്റീവ് ആണ്. ഈ നെഗറ്റീവ്സ് വരുന്ന സെൻറ്റൻസസ് ആണ്. രാജീവ് ഇസ് നോട്ട് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ മ്യൂസീഷ്യൻസ്, അത് സൂപ്പർലേറ്റീവ് ആണ്. രാജീവ് ഇസ് നോട്ട് ഗ്രേറ്റർ ദാൻ സം അതർ മ്യൂസീഷ്യൻസ്, അത് കമ്പാരിറ്റീവ് ആണ്. സം മ്യൂസീഷ്യൻസ് ആർ അറ്റ് ലീസ്റ്റ് ഗ്രേറ്റ് ആസ് രാജീവ്, അത് പോസിറ്റീവ് ആണ്. ഇനി ചാപ്റ്റർ 3 ആണ് ആർട്ടിക്കിൾസ്. ആർട്ടിക്കിൾസ് ആർ ലൈക്ക് അഡ്ജക്റ്റീവ്സ് ഇൻ ദ സെൻസ് ദാറ്റ് ദേ ആർ ജനറലി യൂസ്ഡ് ബിഫോർ നൗൺസ്. ദേ ആർ കാൾഡ് ഡിറ്റർമിനേഴ്സ് ആസ് ദേ ഡിറ്റർമൈൻ ദ നേച്ചർ ഓഫ് ദ നൗൺ ദാറ്റ് ഫോളോസ് ദം. അപ്പോൾ ആർട്ടിക്കിൾസ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവിൻ്റെ പോലെ തന്നെയാണ്, കാരണം അത് നൗണിൻ്റെ മുന്നെയാണ് യൂസ് ചെയ്യുക. അവയെ ഡിറ്റർമിനേഴ്സ് എന്നും പറയും. അപ്പോൾ എന്താണ് ഒരു നൗണിൻ്റെ നേച്ചറിനെ പറയാനായിട്ട് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് അത് യൂസ് ചെയ്യും. There are 2 types of articles in English. 2 type of articles in English. They are indefinite articles and definite articles. A or an is called indefinite article because it leaves indefinite the person or thing spoke of.
അപ്പോൾ രണ്ട് ടൈപ്പ് ആർട്ടിക്കിൾസ് ഉണ്ട് ഇംഗ്ലീഷിൽ പറഞ്ഞു. ഒന്ന് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും മറ്റത് ഡെഫിനിറ്റ് ആർട്ടിക്കിളും. എയും ആനും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്. അതെന്താണ്? ഒരു ഇൻഡെഫിനിറ്റ് പേഴ്സണെ കുറിച്ചോ ഒരു കാര്യത്തെക്കുറിച്ചാണ് അത് പറയുന്നത്. എക്സാമ്പിൾ, എ ലോയർ, മീനിങ് എനി ലോയർ. ദ ഈസ് കാൾഡ് ദ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ബിക്കോസ് ഇറ്റ് റെഫേഴ്സ് ടു പെർട്ടിക്കുലർ പേഴ്സൺ ഓർ തിങ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഇൻഡെഫിനിറ്റ് പേഴ്സണെയോ തിങ്ങിനെയാണ് എന്ത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ പറയുക. പക്ഷേ ഡെഫിനിറ്റ് ആർട്ടിക്കിളായ ദ പറയുമ്പോൾ എന്താണ്? ഒരു പെർട്ടിക്കുലർ പേഴ്സണെയോ തിങ്ങിനെയാണോ അവിടെ പറയുന്നത്. He met the lawyer, meaning some particular lawyer. An article is used before a common noun, singular in number. അപ്പോൾ ഒരു ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നത് ഒരു കോമൺ നൗണിൻ്റെ മുന്നെയാണ്, സിംഗുലർ ഇൻ നമ്പർ, ഒറ്റൊന്നേ ഉണ്ടാവുള്ളൂ. ദിസ് ഇസ് എ സ്കൂൾ, ഇറ്റ് ഈസ് an orange. I read the novel you gave me. The choice between a and an is determined by the sound. Usually before a word beginning with a vowel sound and before a silent H and is used. If a definite article is used in this case, the is pronounced as the choice between a and. അപ്പോൾ എന്താണ്? എയും ആനും ഡിറ്റർമൈൻ ചെയ്യുന്നത് സൗണ്ട് വെച്ചിട്ടാണ്. അപ്പോൾ എന്താ വവൽ സൗണ്ടിൻ്റെ മുമ്പിലാണെങ്കിൽ എ ഉപയോഗിക്കും. സൈലൻ്റ് ആയിട്ടുള്ള വേർഡ്സ് മീൻസ് ആൻ അതുപോലെയാണ് യൂസ് ചെയ്യുക. ബിഫോർ എ സൈലൻറ്റ് എച്ച് ആൻ ഇസ് യൂസ്ഡ്. ഒരു എച്ചിൻ്റെ മുന്നിലൊക്കെ ആണെങ്കിൽ ആൻ ആണ് യൂസ് ചെയ്യുക. എക്സാമ്പിൾ, ആൻ ആപ്പിൾ, ആൻ അംബ്രല്ല, ആൻ അവർ, ആൻ ഓണസ്റ്റ് മാൻ. A is used before a word beginning with a consonant sound and before a word beginning with H where H is sounded. A യൂസ് എന്താണ്? ഒരു കൺസണൻറ്റ് സൗണ്ടിൻ്റെ മുമ്പിൽ. പിന്നെ എന്താണ്? എച്ച് വെച്ച് തുടങ്ങുന്ന സൗണ്ടിൻ്റെ മുമ്പിൽ അവിടെ എച്ച് പ്രൊനൗൺസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എച്ച് സൈലൻ്റ് ആയോടത്ത് ആൻ ആണ് യൂസ് ചെയ്യുക. എച്ച് സൗണ്ടഡ് ആണെങ്കിൽ അവിടെ ഏതാ യൂസ് ചെയ്യുക? എ ആണ് യൂസ് ചെയ്യുക. എ ബോയ്, എ പാർക്ക്, എ റോഡ്, എ 100, എ hen. The uses of definite article the. Before a singular noun representing a whole class. അപ്പോൾ എന്താണ്? ഒരു സിംഗുലർ നൗൺ, ഒരു മൊത്തം ഒരു ക്ലാസ്സിനെ പറയാനായിട്ട്. The cow is a useful animal. അപ്പോൾ അവിടെ ദ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ബിഫോർ സൂപ്പർലേറ്റീവിൻ്റെ മുന്നേ ബാലു ഈസ് ദ ഫാസ്റ്റസ്റ്റ് മാൻ ഓഫ് ദ കോളേജ്. ഇനി ബിഫോർ ദ നെയിംസ് ഓഫ് സം ഫേമസ് ഓർ റിലീജിയസ് ബുക്സ്. അപ്പോൾ എന്താണ്? പുസ്തകങ്ങളുടെയോ റിലീജിയസ് ബുക്കിൻ്റെയോ ഒക്കെ മുന്നിൽ ദ ഖുറാൻ, ദ ബൈബിൾ, ദ അറേബ്യൻ നൈറ്റ്സ്. ബിഫോർ സർട്ടൻ വേർഡ്സ് വിച്ച് ആർ യൂണീക്ക് ആയിട്ടുള്ള വേർഡ്സ്, ഇപ്പോൾ ദ സൺ, ദ എർത്ത്, ഇങ്ങനെയുള്ള വേർഡ്സിൻ്റെയൊക്കെ മുമ്പിൽ യൂസ് ചെയ്യും. ബിഫോർ പ്രോപ്പർ നൗൺസ് ഓൺലി വെൻ ദേ ആർ ക്വാളിഫൈഡ് ബൈ അഡ്ജക്റ്റീവ്സ്. അപ്പം ചില പ്രോപ്പർ നൗൺസിൻ്റെ മുമ്പിൽ, അത് അഡ്ജക്റ്റീവ് ക്വാളിഫൈ ചെയ്യുന്ന അങ്ങനെയുള്ള പ്രോപ്പർ നൗൺസിൻ്റെ മുമ്പിൽ. ദ ഇമ്മോർട്ടൽ ഷേക്സ്പിയർ. When an adjective stands for the subject, the poor always help others. ഒരു അഡ്ജക്റ്റീവ് ഒരു സബ്ജക്റ്റിന് വേണ്ടി നിൽക്കുന്നത് ദ പുവർ ഓൾവേസ്. ആസ് എൻ അഡ്വേർബ് വിത്ത് കമ്പാരിറ്റീവ്, ഒരു അഡ്വേർബ് അത് കമ്പാരിറ്റീവ് ആയിരിക്കും. ദ ഹയർ യു ക്ലൈംബ് ദ ബെറ്റർ ദ വ്യൂ. വിത്ത് അബ്രിവേഷൻസ് ലൈക്ക് ദ USA, ദ UNO, അബ്രിവേഷൻസിൻ്റെ മുമ്പിൽ ദ യൂസ് ചെയ്യും. വിത്ത് ഓർഡിനൻസിൻ്റെ മുന്നേ, ഓർഡിനൽസിൻ്റെ കൂടെ ഗുരു ഈസ് ദ സെക്കൻഡ് ബോയ് ടു get it. Before a proper noun used as common noun. Kalidas is the Shakespeare of India. Before the newspapers and books, the Hindu, the Indian Express. To refer a whole family, ഒരു മൊത്തം ഒരു ഫാമിലിനെ റെഫർ ചെയ്യാൻ. The Ramans attended the wedding. Before names of rivers, oceans, mountains, the Ganga, the Indian Ocean, the Himalayas, the Andamans, etc. When the article should not be used. Before proper material and abstract nouns. Proper material abstract nounsന്റെ മുന്നിൽ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യാൻ പാടില്ല. ആൽബർട്ട് ഈസ് എ ഗുഡ് സ്റ്റുഡൻറ്റ്. കോട്ടൺ ഗ്രോസ് ഇൻ മഹാരാഷ്ട്ര. നോളേജ് ഇസ് പവർ. Before names of substances like metals and fluids. Iron is a useful metal. അപ്പം എന്താ മെറ്റലിൻ്റെ ഫ്ലൂയിഡ്സിൻ്റെ ഒക്കെ പേരുകളുടെ മുമ്പിൽ അയൺ ഇസ് എ യൂസ്ഫുൾ മെറ്റൽ അവിടെ യൂസ് ചെയ്യാൻ പാടില്ല. ഐ ഡോണ്ട് ടേക്ക് കോഫി അവിടെ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. വെൻ ദർ ഇസ് നോ റെഫറൻസ് ടു എ പർട്ടിക്കുലർ തിങ്, ഒരു പ്രത്യേകമായിട്ടൊരു കാര്യത്തിന് റെഫർ ചെയ്യുക അല്ലെങ്കിൽ അവിടെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല.
he does not like school. The article is omitted before nouns used in pairs. Example, father and son are both working hard. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെ പെയറായിട്ടുള്ള നൗൺസിൻ്റെ മുന്നിൽ before collective nouns like humanity, labor, mankind, society, etc. She devoted herself to the welfare of humanity. അപ്പോൾ അവിടെയൊന്നും ആർട്ടിക്കിൾസ് യൂസ് ചെയ്യേണ്ട. ആർട്ടിക്കിൾസ് ആർ നോട്ട് യൂസ്ഡ് ബിഫോർ എ സർട്ടൻ എക്സ്പ്രഷൻ ലൈക്ക് സോർട്ട് ഓഫ്, ടൈപ്പ് ഓഫ്, കൈൻഡ് ഓഫ്, മാനർ ഓഫ്, ഇങ്ങനെയുള്ളിടത്തൊന്നും എന്ത് ചെയ്യുക, ആർട്ടിക്കിൾസ് യൂസ് ചെയ്യില്ല. വാട്ട് ടൈപ്പ് ഓഫ് ഹൗസ് ഡസ് ഹി ലിവ് ഇൻ, അപ്പം അവിടെയൊന്നും അത് യൂസ് ചെയ്യുന്നില്ല. ആർട്ടിക്കിൾസ് ആർ നോട്ട് ടു ബി യൂസ്ഡ് ഇൻ following phrases: by bus, by sea, by place, by post, by messenger, by car, by taxi, on foot, etc. Articles should not be used before certain words like temple, church, market, hospital if they are used for the primary purpose. ഇപ്പോൾ എന്താ പറയുക, ചില വാക്കുകളുടെ മുമ്പിൽ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യില്ല, അതെന്താ പ്രൈമറി പർപ്പസിനാണെങ്കിൽ. ബട്ട് ഇഫ് ദേ ആർ യൂസ്ഡ് ഫോർ സെക്കൻഡറി, അപ്പോൾ സെക്കൻഡറി പർപ്പസിനാണെങ്കിൽ അവിടെ ആർട്ടിക്കിൾ യൂസ് ചെയ്യും. ഷീ വെൻറ്റ് ടു ചർച്ച് ടു പ്രേ. She went to the church to bring her sister. He is admitted in hospital. I went to the hospital to see him. When two nouns are joined by one article, it gives one meaning, and when they are joined by two articles, it gives a different meaning. Nouns ഒരു ആർട്ടിക്കിളിൻ്റെ കൂടെ ജോയിൻ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു മീനിങ് ഉണ്ടാവുള്ളൂ. രണ്ട് ആർട്ടിക്കിളിൻ്റെ കൂടെയാണെന്ന് വെച്ചാൽ അതിന് ഡിഫറെൻറ്റ് മീനിങ് ആവും. ഷീ ഹാസ് എ ഗ്രീൻ ആൻഡ് റെഡ് സാരി. ഷീ ഹാസ് എ ഗ്രീൻ ആൻഡ് എ റെഡ് സാരി. ഇനി verb and tense. Literally, the word verb means word. It comes from the Latin word verbum meaning word, and it is called so because it is the important word in a sentence. A verb is defined as a word which tells something about a person or thing. Again, a verb tells us what the subject does, did, has done, etc., or what the subject is, was, has been, etc. It may also tell us what happened to the subject. വെർബ് എന്ന വാക്കിൻ്റെ ശരിക്കുള്ള അർത്ഥം എന്ന് പറയുന്നത് വേർഡ് തന്നെയാണ്. അത് ലാറ്റിൻ വേർഡായിട്ടുള്ള വെർബത്തിൽ നിന്ന് വന്നതാണ്. അതിൻ്റെ അർത്ഥം വേർഡ് എന്നാണ്. അതങ്ങനെ പറയണമെന്ന് വെച്ചാൽ എന്താ, വെർബ് എന്ന് പറയുന്നത് ഒരു സെൻറ്റൻസിലെ ഒരു പ്രധാനപ്പെട്ട വാക്കാണ്. അപ്പോൾ വെർബിനെ ഡിഫൈൻ ചെയ്തത് എന്താണ്, ഒരു വേർഡ്, ഒരു വ്യക്തിയെ, ഒരു തിങ്ങിനെ കുറിച്ച് പറയുന്ന ഒരു വേർഡ്. അതുപോലെ തന്നെ വെർബ് എന്താണ് പറയുന്നത്, സബ്ജക്റ്റ് എന്താണ് ചെയ്യുന്നത്, എന്താണ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ വെർബ് പറയും. അതുപോലെ തന്നെ സബ്ജക്റ്റ് എന്തായിരുന്നു എന്നുള്ളതും പറയും. അതുപോലെ തന്നെ സബ്ജക്റ്റിന് എന്ത് പറ്റി എന്നുള്ളതും പറയും. ദ ബോയ് സാങ് എ സോങ്. ദ ഗേൾ ഡാൻസ്ഡ്. ഹി ക്യാൻ ഡു ദ പ്രോബ്ലംസ്. Tense is a grammatical way of marking time. It is a change in the form of the verb. It shows the time of an action or event. There are three kinds of tenses: present tense, past tense and future tense. അപ്പോൾ ടെൻസ് എന്ന് പറയുന്നത് ഒരു സമയത്തെ കാണിക്കുന്ന ഒരു ഗ്രാമാറ്റിക്കൽ വേ ആണ്. അതിൻ്റെ ഫോം മാറും, അത് വെർബിൻ്റെ ഫോം മാറ്റും. അപ്പോൾ എന്താണ്, ഒരു ടൈം ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ ഇവൻറ്റിനെ അത് കാണിക്കും. അപ്പോൾ 3 ടൈപ്പ് ടെൻസസ് ഉണ്ട്: പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. എ വെർബ് ദാറ്റ് റെഫേഴ്സ് ടു ദ സ്റ്റേറ്റ് ഓർ കണ്ടീഷൻ നൗ എക്സിസ്റ്റിംഗ് ഈസ് സെഡ് ടു ബി ദ പ്രസൻറ്റ് ടെൻസ്. ഇപ്പോൾ നടക്കുന്ന ഒരു കണ്ടീഷനെ കുറിച്ച് പറയുന്ന വെർബിനെയാണ് പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുക. ജോൺ സിങ്സ്. എ വെർബ് ദാറ്റ് റെഫേഴ്സ് ടു വാട്ട് ഹാപ്പൻ ഈസ് സെഡ് ടു ബി പാസ്റ്റ് ടെൻസ്. ജോൺ സാങ്. ഒരു പാസ്റ്റിൽ ഇങ്ങനെ നടന്നിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതെന്താണ്, പാസ്റ്റ് ടെൻസ് ആണ്. അത് an example ആണ് ജോൺ സാങ്. A verb that refers to what will happen is said to be in future tense. അപ്പോൾ ഇനി നടക്കാൻ പോകുന്നത് അങ്ങനെ പറയുകയാണെങ്കിൽ അത് ഫ്യൂച്ചർ ടെൻസ് ആണ്. അതിനെന്താ, ജോൺ വിൽ സിങ്. Each tense is again divided into 4 kinds. They are indefinite tense, continuous or progressive tense, perfect tense and perfect continuous tense. അങ്ങനെ 4 ടൈപ്പ് ഓഫ് ടെൻസസ് ഉണ്ട്. Indefinite tense, continuous or progressive tense, perfect tense, perfect continuous tense. When the verb shows that the action is simply mentioned without anything being said about the completeness or incompleteness of the action, it is said to be in the indefinite tense. അപ്പോൾ ഒരു വെർബ് ഒരു ആക്ഷനെ കാണിക്കുകയാണ്. എന്താണ്,
ഇങ്ങനെ ഒരു കംപ്ലീറ്റ്നെസ്സോ ഇൻകംപ്ലീറ്റ്നെസ്സോ ഓഫ് ഒരു ആക്ഷനെ കുറിച്ചോ ഒന്നും പറയാതെ ഇൻഡെഫിനിറ്റ് ടെൻസിലാണെങ്കിൽ ഐ റൈറ്റ്, ഐ റോട്ട്, എക്സെട്ര. When the verb shows the action is simply mentioned without anything being said about the completeness or incompleteness of the action, it is said to be in the indefinite tense. അപ്പോൾ എന്താ വെർബ് ഒരു ആക്ഷനെ കാണിക്കുകയാണ്, പക്ഷേ അതിൻ്റെ കംപ്ലീറ്റ്നെസ്സിനെ കുറിച്ചോ ഇൻകംപ്ലീറ്റ്നെസ്സിനെ കുറിച്ചോ ഒന്നും ആ ഒരു ആക്ഷൻ്റെ പൂർണ്ണതയെ കുറിച്ചോ അപൂർണതയെ കുറിച്ചോ ഒന്നും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അതിനെന്താ പറയുക, ഇൻഡെഫിനിറ്റ് ടെൻസ് എന്നാണ് പറയുക. ഐ റൈറ്റ്, ഐ റോട്ട്, എക്സെട്ര. When the verb shows the action is still going on, it is said to be in continuous or progressive tense. അപ്പോൾ വെർബ് ഒരു ആക്ഷനെ കാണിക്കുകയാണ്, അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ അതിനെ നമ്മൾ എങ്ങനെയാണ് പറയുക, കണ്ടിന്യൂസ് അല്ലെങ്കിൽ പ്രോഗ്രസീവ് ടെൻസ് ആണെന്നാണ് പറയുക. സോ ഐ ആം റൈറ്റിംഗ്, ഹി വാസ് റൈറ്റിംഗ്, ഐ ഷാൾ ബി റൈറ്റിംഗ്. അപ്പോൾ ഇതൊക്കെ കണ്ടിന്യൂസ് പ്രോഗ്രസീവ് ടെൻസിലാണ്. When the verb shows the action is finished, complete or perfect, it is said to be in the perfect tense. ഇപ്പം ഒരു വെർബ് അതിൻ്റെ ആക്ഷൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആണ് പെർഫെക്റ്റ് ആണെന്ന് കാണിക്കുകയാണെങ്കിൽ അതിന് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയും. ഐ ഹാവ് റിട്ടൺ, കംപ്ലീറ്റഡ് ആണിത്. ഹി ഹാഡ് റിട്ടൺ, ഐ ഷാൾ ഹാവ് റിട്ടൺ. When the verb shows the action is going on continuously but not completed, it is said to be in perfect continuous tense. അപ്പോൾ ഒരു വെർബ് ഒരു ആക്ഷനെ കാണിക്കുകയാണ്, അത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഐ ഹാവ് ബീൻ റൈറ്റിംഗ്, he had been writing. Sequence of tense. Sequence of tense means the principle in which the tense of the verb is subordinate clause follows the tense of verb in the main clause. അപ്പോൾ സീക്വൻസ് ഓഫ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഈ വെർബിൻ്റെ ടെൻസ് സബോർഡിനേറ്റ് ക്ലോസിലോ അത് അല്ലെങ്കിൽ ആ ഒരു ടെൻസ് ഓഫ് വെർബ് മെയിൻ ക്ലോസിലോ ഫോളോ ചെയ്യുകയാണെങ്കിൽ I should consider that you were satisfied now. The general rule is that past tense in the principal or main clause is followed by past tense in the subordinate clause. അപ്പോൾ ജനറൽ റൂൾ എന്ന് പറഞ്ഞാൽ മെയിൻ ക്ലോസിലുള്ള പാസ്റ്റ് ടെൻസ് സബോർഡിനേറ്റ് ക്ലോസിലുള്ള പാസ്റ്റ് ടെൻസിനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഷീ സെഡ് ദാറ്റ് ഷീ വാസ് ഓൾ റൈറ്റ്, ഹി റിമാർക്ക്ഡ് ദാറ്റ് ഹി വുഡ് ഡു വെൽ. There are exceptions. A past tense in the main clause may be followed by a present tense in the subordinate clause when the subordinate clause refers to the some universal truth. അപ്പോൾ മെയിൻ ക്ലോസിലുള്ള മീൻസ് പാസ്റ്റ് ടെൻസിലുള്ള മെയിൻ ക്ലോസ് പ്രസൻറ്റ് ടെൻസിലുള്ള സബോർഡിനേറ്റ് ടെൻസ് ക്ലോസിനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസിനെ മീൻസ് ആ സമയത്ത് സബോർഡിനേറ്റ് ക്ലോസ് ഒരു യൂണിവേഴ്സൽ ട്രൂത്തിനെ റെഫർ ചെയ്യുന്ന സമയത്തായിരിക്കും. The teacher said that the honesty is the best policy. Galileo proved that Earth moves round the sun. A present or future tense in the main clause may be followed by any tense required by the sense. അപ്പോൾ ഒരു ഫ്യൂച്ചർ അല്ലെങ്കിൽ പ്രസൻറ്റ് ടെൻസിലുള്ള മെയിൻ ക്ലോസസിന് ഏതെങ്കിലും ഒരു ടെൻസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിനൊരു സെൻസ് ഉണ്ടാവും. He feels that she is there. He feels that she was there. He feels that she will be there. We should use past tense only when refer to actions that took place earlier. We should use past tense only when we refer to actions that took place earlier. We should use past tense only when we refer to actions to that took place earlier. അപ്പോൾ പാസ്റ്റ് ടെൻസ് നമ്മൾ ഇതിന് മുന്നേ നടന്നിട്ടുള്ള കാര്യങ്ങൾക്കാണ് യൂസ് ചെയ്യുക. I saw the film yesterday. I passed BA 2 years ago. We should use perfect continuous tense when we refer to an action that began sometime back and is being continued at present. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എങ്ങനെ യൂസ് ചെയ്യുക വെച്ചാൽ ആക്ഷൻ കുറച്ച് മുന്നേ നടന്നിട്ടുണ്ട്, അതിപ്പോഴും പ്രസൻറ്റ് കണ്ടിന്യൂ ചെയ്യാണ്. They have been staying in the house for the last 10 years. When we refer to two past actions, the earlier action should be in the past perfect tense and the later action should be in the past tense. അപ്പോൾ നമ്മൾ രണ്ട് പാസ്റ്റ് ആക്ഷൻസ് പറയുകയാണെങ്കിൽ ആദ്യത്തെ ആക്ഷൻ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും പിന്നെ വരുന്നത് പാസ്റ്റ് ടെൻസിലുമാണ്. When John reached the college, the classes had already started. When she reached the station, the train had left. The time and conditional clauses referring to the future, the subordinate clause should be in present tense. However, the main clause can be in future tense.
അപ്പോൾ ടൈമും കണ്ടീഷണൽ ക്ലോസസും ഫ്യൂച്ചറിനെ റെഫർ ചെയ്യുകയാണെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ് പ്രസൻറ്റ് ടെൻസിലായിരിക്കും, മെയിൻ ക്ലോസ് ഫ്യൂച്ചർ ടെൻസിലായിരിക്കും. I shall wait for you till you finish your lunch. If you study hard, you will pass the examination. We should use present tense only when we refer to habitual or repeated actions. നമ്മൾ പ്രസൻറ്റ് ടെൻസ് ഹാബിച്വൽ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആക്ഷൻസ് പറയാൻ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. I take coffee every morning. ഞാൻ എന്നും കാപ്പി കുടിക്കാറുണ്ട്. I wear 3 walks round the sun. 3 types of sequences are possible in conditional clauses. Conditional clauses ൽ 3 type of sequence possible ആണ്. ഒന്ന്, if I go to Mysore, I will visit Vrindavan Gardens. Here the action is likely to happen. If I had gone to Agra, I would have visited the Taj Mahal. This could have happened, but it did not happen. If I were a king, I would have given 100 acres of land to you. In this case, action is imaginary and could never happen. അപ്പോൾ എന്താണ്, ഇവിടെ ആക്ഷൻ ഇമാജിനറി ആണ്, പക്ഷേ അത് ഒരിക്കലും നടക്കില്ല. എന്താണ്, ഞാൻ രാജാവായിരുന്നെങ്കിൽ ഞാൻ നിനക്ക് 100 ഏക്കർ ഭൂമി തരുമായിരുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ നെവർ ഹാപ്പൻ. ഓക്കെ, താങ്ക് യു.